വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം. ഗൈസ് ഞങ്ങൾക്ക് ഇന്നൊരു വെഡിങ് ഉണ്ട്, 2 വെഡിങ് ഉണ്ട് അല്ലേ? അതെ, 2 വെഡിങ്ങില് ഒരു വെഡിങ്ങില് ഞങ്ങൾ പോകും. അതെ 2 വെഡിങ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോ സമയം ഉച്ച 12:30 ഞങ്ങളിപ്പോ ഒരു കല്യാണത്തിന് പോവാം. വേറെ പരിപാടികൾ വരുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണ്? യെസ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. അതുൽ. യെസ് അതുൽ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. ബാക്കി നമുക്ക് വേറെ കാര്യം കൂടി ഉണ്ട്. സദ്യ കൊണ്ടിട്ട് കുറെ നാളായി അല്ലേ? നല്ലൊരു കല്യാണ സദ്യ കൊണ്ടിട്ട് കുറെ നാളായി. അപ്പൊ ഞങ്ങൾ ഇന്ന് നന്നായിട്ട് ഒരു സദ്യ ഉണ്ടാം എന്ന് പ്രതീക്ഷിച്ച് പോകുന്നു. അപ്പൊ ഗൈസ് വെൽക്കം ടു Mira Family. Hey hey hey, come and see, it's Mira Family Show. കുരളലി പസ്മരുദ്രാക്ഷ വെയില് സദ്യ ഉണ്ണാനിരുന്നു. എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? ശർക്കര വരട്ടി ചിപ്സ്. എന്തൊക്കെയാന്ന് നോക്കിയേ? പഴം, പിന്നെ ചിപ്സ്, ഇഞ്ചിക്കറി, അച്ചാറ്, പിന്നെ ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ കറി, ക്യാബേജ്, കാളൻ, മസാലക്കറി, പാവയ്ക്ക പച്ചടി, അവിയൽ. നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ എന്താ നമ്മുടെ പറയുക? ഫേവറേറ്റ് സാധനം വരുന്നുണ്ട് പപ്പടം. എല്ലാവർക്കും രണ്ടെണ്ണം. നിങ്ങളുടെ അവിടെ ഈ കറികൾക്ക് എന്താ പേര് പറയണേ അല്ലേ? പല സ്ഥലത്തും പല പേരാണ്. ഇവിടെ പരിപ്പ് കറി വന്നു, സാമ്പാർ വന്നു. മതി നല്ല ചൂടും കിട്ടോ. എത്ര ദിവസം ഒന്നും ഉണ്ടിട്ട് ഞാൻ കഴിക്കാൻ പോവുക. എനിക്ക് തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. തുടങ്ങാം. പപ്പടം കുഴച്ച കഴിക്കണേ. സാമ്പാർ. ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ചെമ്മീൻ ചേർക്കാറുണ്ടോ? എന്താ ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്. സാമ്പാർ തീർന്നു. പരിപ്പ് കൂട്ടി കുഴച്ച് പരിപ്പ് ഒഴിച്ച് കഴിച്ചിട്ട് അടിപൊളി പരിപ്പ് സൂപ്പർ. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. കണ്ടില്ലേ, ജനിച്ച ശേഷം ചോറ് കാണാത്ത പോലെ ഒരുത്ത കിടന്ന് പൊളിഞ്ഞേ. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന. ഒരാള് പായസം, നമ്മൾ ചോറ് കഴിഞ്ഞിട്ടില്ല, വേഗം. എനിക്ക് പപ്പടം തരുമോ? അതല്ല, അവര് തരുമോന്ന് ചോദിക്കാം. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്കാം.
അത് വേണ്ടേ? ആ പഠിച്ചു പപ്പടം പഠിച്ചോ. ഇച്ചിരി കൂടി കഴിച്ചോ. പഠിച്ചു പപ്പടം പഠിച്ചോ. പപ്പടം കൂടി ചെറിയ ചൂടല്ലേ. ആ പരിപ്പ് സൂപ്പർ. പരിപ്പ് വയസ്സ് നല്ല ചൂട് പാലട. പരിപ്പ് വയസ്സ് എങ്ങനെ കഴിക്കണം പറയും. പഴം ഇത് പൊളിച്ചേ. ഇത് പൊളിക്കാനാ. പൊളിക്കാണ്. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്, പക്ഷെ ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാ. അപ്പൊ എന്റെ എല്ലാം ഫിനിഷായി. എടുത്തോ. തക്കും സബിതയാണ് കഴിക്കാനുള്ളത്. എന്റെ എല്ലാം ഫുള്ള് ഫിനിഷ്. சாம்பார் மட்டும் இல்ல சோறும் தீர்ந்து போச்சு. ശരിയാണല്ലോ. இனிமே ഞങ്ങള് சாப்பிடுறதுக்கே புதுசா ഉണ്ടാക്കണം. സാരില്ല, ഞാനത് വീണ്ടും ടെസ്റ്റ് ചെയ്തോളാം. എല്ലാം എപ്പോഴും മടക്കേണ്ടത് എങ്ങോട്ടാന്നറിയും? ഇങ്ങോട്ട് മടക്കണം. ഇങ്ങോട്ട് മടക്കണം ചില ഇങ്ങനെ ഇങ്ങനെ. അതെന്താണെന്നറിയും? ഇനിയും കല്യാണം പോലെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ഇനിയും വന്നെന്നുള്ളതിന്റെ ഒരു സംഭവമാണ്, ഒരു ഹിസ്റ്ററി അല്ല, ഒരു ഐതിഹ്യമാണ് ഇങ്ങനെ മടക്കല്. നമ്മൾ തിരിച്ചു മടക്കരുത്. തിരിച്ചു മടക്കിയത് നമുക്ക് വേണ്ട എന്നുള്ളത്. നല്ലതാണെങ്കിൽ ഇങ്ങോട്ട് മടക്കണം. ഗൈസ് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ല, എനിക്ക് ഇവിടുത്തെ ആചാരം അറിയാത്തതിന്റെ പേര് ചോദിക്കാം. ഈ ഇല ഞാൻ എടുക്കണോ? വേണ്ട, അതും തിന്നോ. നല്ല വെയിലാണ്. നല്ല വെയിലാ. വയറ് ഫുള്ളും അല്ലേ? നല്ല സദ്യയായിരുന്നു. പായസമൊക്കെ കുറച്ച് ഹെവി ആയിപ്പോയി അല്ലേ തക്കു? തക്കു ചോറുണ്ടില്ല. ഗൈസ് അപ്പൊ ഭയങ്കര വെയിലാണ്. ഞങ്ങള് സദ്യയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി കുറച്ച് അപ്പുറത്തെ മാറ്റി വെച്ചാണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോവാ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതുള്ള കാണാം. ഞങ്ങളുടെ സബ്സ്ക്രൈബർ അവന്റെ ബർത്ത്ഡേ ആണ്. എന്റെ തലയിലല്ല ചോറ്. തക്കും മാസ്ക് ഒക്കെ വെച്ച് വന്നണ്ട ഗൈസ്. ഇവിടെ അങ്ങനെ മണ്ണ് പൊടിയാ. അയ്യോ ഭയങ്കര വെയിൽ. പൊടിയാ, മണ്ണും പൊടിയും ഒന്നേ. ഇല്ല, മണ്ണ് വരെ അപ്പൊ തക്കു നമുക്ക് ഇനി അതുലിന്റെ അടുത്ത് പോകണ വീഡിയോ ആയിട്ട് വരാം അല്ലേ? ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, അതുലിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ് ഞങ്ങൾ. അല്ല, വീട്ടിൽ പോയിട്ട് അതുലിന്റെ അടുത്ത് പോകാൻ പോവാണ്. ഓക്കെ, ഡ്രസ്സൊക്കെ മാറിയിട്ട് അതെ. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈവനിങ് റിസപ്ഷൻ എത്തിയിരിക്കുകയാണ് അല്ലേ? അടുത്ത രാത്രി രാത്രി അടുത്ത ഫംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇന്നാമത്തെ മൂന്നാമത്തെ പ്രോഗ്രാം അല്ലേ? ഇത് തീർന്നില്ലേ? അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ചെറുതായിട്ടൊന്ന് ഇറങ്ങി, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് വലുതായിട്ടൊക്കെ ഉറങ്ങി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇപ്പൊ അതേ ഫംഗ്ഷന് വന്നു. അതെ, നമുക്കിപ്പോ റിസപ്ഷന്റെ പരിപാടിക്ക് പോവാം. ഗൈസ്, ടക്കുവിന്റെ കോസ്റ്റ്യൂം കണ്ടു. ടക്കു പാവം കൊച്ചു ജലദോഷം ആയതുകൊണ്ട് ഐസ്ക്രീം ഇല്ലാണ്ട് കോൺ മാത്രം കഴിക്കുന്നു. യുവാന യുവാന ഗൈസ്, തക്കു ഒരു കട്ട്ലേറ്റ്, ഒരു അപ്പം, ബീഫ് ഇഷ്ടം അല്ലേ? ബീഫ് ഇഷ്ടം കൂടി കഴിക്കാൻ പോകുക. ഗായ്സ്, അപ്പൊ ഞങ്ങൾ അതുലിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതുലിനെ പോയി കണ്ടു. ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ലോങ് ആയതുകൊണ്ട്. അപ്പൊ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇടാം. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ ബൈ. La 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 la, hey hey hey.